കലാമിൻ്റെ കാലം. രാമേശ്വരത്ത് ഉദിച്ച് ഇന്ത്യ ആകെ പ്രകാശം ചൊരിഞ്ഞ സൂര്യൻ അസ്തമിച്ചു. വാക്കുകളിൽ അഗ്നി ഒളിപ്പിച്ച് സ്വപ്നം കാണാൻ നമ്മെ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതയാത്ര. പത്രം വിറ്റും കക്ക പെറുക്കിയും നടന്ന് പഠിച്ച ഒരു കുട്ടിയുടെ ഭാവി എവിടം വരെ എത്തും? അല്പം കടന്നു ചിന്തിച്ചാൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. ഉത്തരം അവിടെ തീർന്നെങ്കിൽ APJ അബ്ദുൽ കലാം ഒരു വിസ്മയമാണ്. നിർധന കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിൻ്റെ കയ്പുനീർ മാത്രം കുടിച്ച് ഇദ്ദേഹം താണ്ടിയ വഴികൾക്ക് മിസൈലിൻ്റെ കരുത്തും വേഗതയുമുണ്ട്. രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരൻ, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ശാസ്ത്ര സ്വപ്നങ്ങൾക്ക് അഗ്നിച്ചിറകുകൾ നൽകിയ റോക്കറ്റ് എഞ്ചിനീയർ, ഗവേഷകൻ, തത്വശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, അങ്ങനെ എല്ലാ വിശേഷണങ്ങളും കലാമിന് ചേരും. സ്മോൾ എയിം ഈസ് എ ക്രൈം എന്ന് അദ്ദേഹം വാദിച്ചത് തൻ്റെ തന്നെ ജീവിതത്തെ മുൻനിർത്തിയാകണം. ശാസ്ത്രത്തെയും രാഷ്ട്രത്തെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ച ഒരു ജനകീയ ശാസ്ത്രജ്ഞനും രാഷ്ട്രപതിയുമായിരുന്നു കലാം. ഒരുപക്ഷെ തികച്ചും വ്യത്യസ്തങ്ങളായ ഈ രണ്ട് മേഖലയിൽ നിന്നും രാജ്യത്തെ ഇതുപോലെ സേവിച്ച ഒരു വ്യക്തി ലോകത്തിൽ തന്നെ ഉണ്ടായെന്ന് വരില്ല. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ജൈനുലാബ്ദിൻ്റെയും ആഷിയമ്മയുടെയും മകനായാണ് APJ അബ്ദുൽ കലാമിൻ്റെ ജനനം. അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നായിരുന്നു മുഴുവൻ പേര്. സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിന്ന ഒരു കുടുംബമായിരുന്നെങ്കിലും കലാമിനെ പഠിപ്പിച്ച് കളക്ടറാക്കണമെന്ന ആഗ്രഹം പിതാവിനുണ്ടായിരുന്നു. പൈലറ്റാകണം എന്ന അതിയായ ആഗ്രഹം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കലാമിൻ്റെ മനസ്സിലുണ്ടായിരുന്നതിനാൽ പ്രതിബന്ധങ്ങളെല്ലാം നിഷ്പ്രഭമായി. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ചെറു ബോട്ടുകൾ വാടകയ്ക്ക് നൽകുന്ന ജോലിയായിരുന്നു കലാമിൻ്റെ പിതാവിന്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പത്രവിതരണമായിരുന്നു പഠന ചെലവിനായി കലാം ആദ്യം ചെയ്ത ജോലി. രാമേശ്വരത്ത് വിതരണം ചെയ്യാനായി ട്രെയിനിൽ നിന്നും വലിച്ചെറിയുന്ന ഈ പത്രക്കെട്ടുകളാണ് അറിവിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് താങ്ങായത്. കക്ക പെറുക്കി വിറ്റും ഇദ്ദേഹം പഠന ചെലവുകൾക്ക് പണം കണ്ടെത്തി. രാമനാഥപുരത്തെ ഷോർട്സ് മെട്രിക്കുലേഷൻ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ഗണിതമായിരുന്നു ഇഷ്ടവിഷയം. പഠനകാര്യത്തിൽ ശരാശരിക്കാരനായിരുന്നുവെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും അതിയായ ആവേശം കുഞ്ഞു കലാം കാണിച്ചു. അധ്യാപകനായ ശിവസുബ്രഹ്മണ്യൻ സാറാണ് തൻ്റെ ആകാശ സ്വപ്നങ്ങൾക്ക് കരുത്തേകിയതെന്ന് കാലം പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഉപരിപഠനത്തിനായി തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ ചേർന്നു. 1954 അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. ഇതിനുശേഷം പൈലറ്റാകാനുള്ള അപേക്ഷ എയർഫോഴ്സിലേക്ക് അയച്ചുവെങ്കിലും ഉദ്യോഗസ്ഥർ കലാമിൻ്റെ അപേക്ഷ തള്ളി. ദുഃഖിതനായെങ്കിലും നിരാശപ്പെടാതെ കലാം 1955 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാനായി മദ്രാസിലേക്ക് വണ്ടി കയറി. 1958 മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എയ്റോനോട്ടിക്സിൽ സ്പെഷ്യലൈസ് ചെയ്ത് ബിരുദം പൂർത്തിയാക്കി. തുടർന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ശാസ്ത്രജ്ഞനായി ജോലി ആരംഭിച്ചു. ഇവിടെ വച്ച് നന്ദി എന്ന പേരിൽ പ്രോട്ടോടൈപ്പ് ഹോവർക്രാഫ്റ്റ് ഇദ്ദേഹം നിർമ്മിച്ചു. ഇതായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി വികസിപ്പിച്ച ഹോവർക്രാഫ്റ്റ്. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന BK കൃഷ്ണമേനോൻ ഇത് കാണാൻ ഇവിടെ എത്തിയപ്പോൾ ഇതിൽ കയറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കലാം ഇദ്ദേഹത്തെയും കൊണ്ട് ആ എയർക്രാഫ്റ്റിൽ വിജയകരമായി യാത്ര ചെയ്തു. 1962 കലാം ISROയിൽ എത്തുന്നത്. ഇവിടെ കലാം ഉപഗ്രഹ വിക്ഷേപണത്തിൻ്റെ തലവനായിരുന്നു. 1963 നവംബർ 1 ഇന്ത്യയുടെ ആദ്യ റോക്കറ്റായ നൈക് അപാഷെ വിക്ഷേപിച്ചു. അദ്ദേഹം നേതൃത്വം നൽകിയ സംഘം രൂപം കൊടുത്ത ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് SLV-3. 1979 ഓഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഇത് സജ്ജമായി. എന്നാൽ കുതിച്ചുയർന്ന റോക്കറ്റ് 317 സെക്കൻഡുകൾക്കുള്ളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു. അതീവ ദുഃഖിതനായി തീർന്ന കലാം പരാജയത്തിൻ്റെ സകല ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീണ്ടും വിക്ഷേപണത്തിന് തയ്യാറെടുത്തു.
1980 ജൂലൈ 17 വീണ്ടും SLV കുതിച്ചുയർന്നു. ഇത്തവണ രോഹിണി എന്ന ഉപഗ്രഹത്തെ ഈ വാഹനം ഭൂമിക്ക് വളരെ അടുത്തുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു. പദ്ധതിയുടെ വിജയത്തോടെ ശാസ്ത്ര നേട്ടങ്ങൾ എങ്ങനെ രാജ്യത്തെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുമെന്ന അവബോധം ജനങ്ങളിലുണ്ടായി. 1970 മുതൽ 1990 വരെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ അമരക്കാരൻ കലാം തന്നെയായിരുന്നു. തുടർന്ന് ഇന്ത്യക്ക് വേണ്ടി ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുക എന്ന വെല്ലുവിളി കലാം ഏറ്റെടുത്തു. അഗ്നി എന്ന മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ, പൃഥ്വി എന്ന ഹ്രസ്വദൂര മിസൈൽ തുടങ്ങിയവയെല്ലാം ഈ പദ്ധതിയിൽ രൂപം കൊണ്ടവയാണ്. 1992 ജൂലൈ മുതൽ 1999 ഡിസംബർ വരെ IGMDP ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നു കലാം. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ്, പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ കൂടി ഈ കാലഘട്ടത്തിൽ അലങ്കരിച്ച ഇദ്ദേഹം പൊക്രാനിൽ നടത്തിയ ഇന്ത്യയുടെ രണ്ടാം അണ്വായുധ പരീക്ഷണമായ ഓപ്പറേഷൻ ശക്തി പദ്ധതിയുടെ പ്രോജക്ട് കോഓർഡിനേറ്റർ ആയിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് മിസൈൽ മാൻ എന്ന വിശേഷണം ഇദ്ദേഹത്തിന് ലഭിച്ചു. എവിടെ ജോലി ചെയ്തോ അവിടെയെല്ലാം ജോലിക്കാരുമായി അടുത്തിടപഴകുന്ന ഇദ്ദേഹത്തിന് ഭൂരിഭാഗം പേരെയും പേരെടുത്ത് അറിയാമായിരുന്നു. പ്രസിഡന്റ് പദവിയിലായിരിക്കുമ്പോൾ ഔദ്യോഗിക സന്ദർശനത്തിനായി ഈ സ്ഥാപനങ്ങളിലെത്തുമ്പോൾ ഇവരെയെല്ലാം പേരെടുത്ത് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ 3-4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പരിചയമുള്ളവരെല്ലാം ഇദ്ദേഹം ഓർത്തുവച്ചു. എല്ലാ ദിവസവും ഇന്റർനെറ്റിന് മുന്നിൽ രാത്രി 1 മണിവരെ അദ്ദേഹം ചെലവഴിച്ചിരുന്നു. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു കലാം. രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിക്ക്. KR നാരായണന്റെ പിൻഗാമിയായി 2002 ജൂലൈ 25 കലാം പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. 89.58% വോട്ടോടുകൂടി കലാമിന്റെ ജയം. BJP നേതൃത്വം നൽകിയ NDA സഖ്യത്തിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെയായിരുന്നു കലാം രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരനാകുന്നത്. പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോഴും നിയമം അനുവദിച്ച സൗകര്യങ്ങളും സൗജന്യങ്ങളും ഒഴിവാക്കി എളിമയോടുള്ള തന്റെ ജീവിത രീതി തുടരുകയായിരുന്നു കലാം. ട്രെയിനിലെ സൗജന്യ യാത്ര പോലും വേണ്ടെന്ന് വെച്ച ഇദ്ദേഹം സെക്കൻഡ് ക്ലാസ് AC-യിൽ ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്തിരുന്നത്. പ്രസിഡന്റായ ശേഷം കേരളത്തിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയ അവസരത്തിൽ പണ്ട് കേരളത്തിലായിരുന്നപ്പോൾ പരിചയമുണ്ടായിരുന്ന ഒരു ചെരുപ്പ് കുത്തിയെയും ഒരു ചെറിയ ഹോട്ടൽ ഉടമയെയും രാജ്ഭവനിലേക്ക് അതിഥികളായി ക്ഷണിച്ചു. 2007 രാഷ്ട്രപതി പദവി ഒഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തെ തന്നെ വീണ്ടും രാഷ്ട്രപതിയാക്കണമെന്ന അഭിപ്രായം വ്യാപകമായി ഉയർന്നു വന്നിരുന്നു. ഒരു രണ്ടാം ഊഴത്തിന് രാജ്യം മുഴുവൻ ആഗ്രഹിച്ചിട്ടും താൻ ഇനി ഈ പദവിയിലേക്കില്ലെന്ന് ഇദ്ദേഹം തന്നെ അഭിപ്രായപ്പെടുകയായിരുന്നു. അവിവാഹിതനായ ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് കലാം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിലെത്തിയ ദയാഹർജികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് താമസം വരുത്തിയതാണ് ഇദ്ദേഹം നേരിടേണ്ടി വന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന്. 21 ദയാഹർജികളിൽ ഒരെണ്ണം മാത്രമാണ് ഇദ്ദേഹം പരിഗണിച്ചത്. ധനഞ്ജയ് ചാറ്റർജിയുടെ വധശിക്ഷയായിരുന്നു അത്. എന്നാൽ ഇയാൾക്ക് മാപ്പ് നൽകാൻ കലാം തയ്യാറായില്ല. 2007 രാഷ്ട്രപതി പദം ഒഴിഞ്ഞ ഇദ്ദേഹം പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുമായി സംവദിക്കുമായിരുന്നു. കുട്ടികളോട് പ്രസംഗിക്കുന്നതിനു പകരം അവരുടെ ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇന്ത്യയിലും പുറത്തുമായി കോടിക്കണക്കിന് യുവാക്കളുമായി ഇദ്ദേഹം സംവദിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ പിന്താങ്ങിയ ഇദ്ദേഹം ഇതിന്റെ ഉപയോഗം കൂടുതൽ ജനങ്ങളിലേക്ക് വിവരസാങ്കേതിക വിദ്യയുടെ പ്രയോജനം നൽകുമെന്ന അഭിപ്രായക്കാരനായിരുന്നു. സൗരോർജം ഉപയോഗപ്പെടുത്തി ബഹിരാകാശത്ത് ഊർജ പ്ലാനുകൾ നിർമ്മിക്കാനുള്ള ആശയം അദ്ദേഹം കണ്ടെടുത്തു. രാജ്യത്ത് അഴിമതി തടയുന്നതിനായി വാട്ട് ക്യാൻ ഐ ഗീവ് മൂവ്മെന്റ് എന്ന പേരിൽ 2011 ഒരു ഉദ്യമത്തിനും അദ്ദേഹം തുടക്കമിട്ടു. പുതിയ തലമുറയ്ക്ക് സന്മാർഗത്തെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചുമുള്ള നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കുകയാണ് ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്.
സാമൂഹികപരവും പാരിസ്ഥിതികപരവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും മറ്റുമുള്ള ഒരു തുറന്ന വാതായനമായിരുന്നു അത്. വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും ലക്ഷ്യമാക്കിയുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു ഇത്. രാജ്യത്തെ ചില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനം അനുഷ്ഠിച്ചു. അഹമ്മദാബാദിലെയും ഇൻഡോറിലെയും IIM-ലും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജി, അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, JSS മൈസൂർ എന്നിവിടങ്ങളിൽ ചാൻസലറായിരുന്നു. അധ്യയനം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യവും ഇതേ കർമ്മഭൂമിയിൽ തന്നെയായിരുന്നു. 2015 ജൂലൈ 27 മേഘാലയയിൽ ഷില്ലോങ് IIM-ൽ സംസാരിക്കവേ കുഴഞ്ഞ വീണ ഇദ്ദേഹം ഈ ലോകത്തോട് വിട ചൊല്ലി. ലോകത്തെ 30ഓളം സർവകലാശാലകളിൽ നിന്ന് ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരത് രത്ന എന്നീ ബഹുമതികൾ ലഭിച്ചു. പ്രസിഡന്റ് പദവിക്ക് മുൻപായി ഭാരത് രത്നം ലഭിക്കുന്ന മൂന്നാമത്തെ പ്രസിഡന്റാണ് കലാം. സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സാക്കിർ ഹുസൈൻ എന്നിവരാണ് മറ്റ് രണ്ടുപേർ. 1997 ഭാരത സർക്കാരിൻ്റെ ഇന്ദിരാഗാന്ധി പുരസ്കാരം, 98 വീർ സവർക്കാർ അവാർഡ് എന്നിവയും, 2000 ആൾവാർ റിസർച്ച് സെന്ററിന്റെ രാമാനുജൻ അവാർഡ്, 2007 റോയൽ സൊസൈറ്റി നൽകുന്ന കിങ് ചാൾസ് മെഡൽ, 2009 USA-യിലെ കാലിഫോർണിയയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഇന്റർനാഷണൽ അവാർഡ്. വെള്ളത്തിനായി ഒരു ആഭ്യന്തര യുദ്ധം നമുക്ക് താങ്ങാനാവില്ലെന്ന് അഭിപ്രായപ്പെട്ട ഇദ്ദേഹം രാജ്യത്തെ നദികളുടെയും അണക്കെട്ടുകളുടെയും സംരക്ഷണം സൈന്യത്തിന് കൈമാറണം എന്ന അഭിപ്രായം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ രീതി പിന്തുടർന്നാൽ മാത്രമേ എല്ലാവർക്കും അർഹമായ വിഹിതം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ആശയത്തിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്. പ്രളയം മൂലം ഉണ്ടാകുന്ന വിപത്തുകൾ പരിഹരിക്കാൻ നദീ സംയോജനം നടത്തണം. അതിനായി നാഷണൽ വാട്ടർ ഗ്രിഡ് മാനേജ്മെന്റിന് രൂപം നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ. ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായ ഇന്ത്യക്കാരന്റെ ആത്മകഥ കലാമിന്റെ അഗ്നിച്ചിറകുകളാണ്. ഇദ്ദേഹം തമിഴിൽ എഴുതിയ 17 കവിതകൾ മൈ ജേർണി എന്ന പേരിൽ ഇംഗ്ലീഷിലേക്കും എൻ്റെ ജീവിതയാത്ര എന്ന പേരിൽ ഇത് മലയാളത്തിലേക്കും മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. 2005 ജൂലൈ 28 കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഇദ്ദേഹം 10 ഇനങ്ങളിലൂടെയുള്ള വികസനമാണ് വിഭാവനം ചെയ്തത്. വിനോദസഞ്ചാര വികസനം, ജലപാതകളുടെ വികസനം, വിവര സാങ്കേതിക വിദ്യയുടെ വിപുലമായ ഉപയോഗം, ആയുർവേദ മരുന്നുകളുടെ ഗവേഷണവും നിർമ്മാണവും, നഴ്സുമാർക്ക് വിദഗ്ധ പരിശീലനം നൽകി അവരിലൂടെ വിദേശ നാണ്യം നേടുക, NRI-യുടെ നിക്ഷേപകരുടെയും ആകർഷിക്കാൻ സാമ്പത്തിക മേഖല രൂപീകരിക്കുക, ആഴക്കടൽ മീൻപിടുത്തം, കടലോരങ്ങളിൽ അടിസ്ഥാന സൗകര്യം വികസനം, ചായ, കാപ്പി, തേങ്ങ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മൂല്യവർദ്ധിത ഉപയോഗം, ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെറുകിട മേഖലയുടെ വികസനം എന്നിവയായിരുന്നു ആശയങ്ങൾ. ഈ നിർദ്ദേശങ്ങൾ കോർത്തിണക്കി ഒപ്പം 6 നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിഷൻ 2015 രേഖയുണ്ടാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ ഇത് ചർച്ചയ്ക്കെടുത്തിരുന്നു. കലാമിന്റെ നേതൃത്വത്തിൽ 500 വിദഗ്ധർ തയ്യാറാക്കിയ ഭാവി രേഖയാണ് വിഷൻ 2020. പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും ഉപയോഗിച്ച് ഇന്ത്യയെ അടുത്ത പതിറ്റാണ്ടോടെ വികസിത രാജ്യമാക്കി ഉയർത്തുകയായിരുന്നു ഈ പദ്ധതി രേഖയുടെ ലക്ഷ്യം. ചെറുകിട വ്യവസായങ്ങൾക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ പിന്തുണ നൽകുന്നതിനെക്കുറിച്ച് അദ്ദേഹം വിഷൻ 2020 പറയുന്നുണ്ട്. സാമ്പത്തിക മുന്നേറ്റത്തിനോടൊപ്പം മൂല്യാധിഷ്ഠിതമായി സമൂഹം വളരണം. കാർഷിക ഭക്ഷ്യ സ്വയം പര്യാപ്തത, വിദ്യാഭ്യാസ ആരോഗ്യകാര്യങ്ങളിൽ സ്ത്രീകളുടെ പുരോഗതി, വിവര വിജ്ഞാന മേഖലകളിലെ പുരോഗതി, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, സാങ്കേതിക രംഗത്തുള്ള പ്രോത്സാഹനം എന്നിവയായിരുന്നു ഇദ്ദേഹം ഇതിനായി മുന്നോട്ട് വച്ച ആശയങ്ങൾ. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനും സന്ദർശിക്കുക www.keralapscgk.com.